നമ്മളിനി തുടങ്ങാൻ പോകുന്നത് തേർഡ് ചാപ്റ്റർ ആണ്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പ്ലേലിസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പഠിക്കാൻ എളുപ്പമുള്ള ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ്, സിമ്പിൾ ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചവർക്ക് സിമ്പിൾ ആയിട്ട് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന കാര്യം, ചാപ്റ്ററിന്റെ പേരെന്താണ്? അരിത്തമാറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര. അപ്പോൾ ഇവിടെ രണ്ട് വേർഡാണുള്ളത്. ഫസ്റ്റ് വേർഡ് അരിത്തമാറ്റിക് സീക്വൻസ്, അതെന്താണെന്നുള്ളത് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സപ്പോസ് ഇങ്ങനത്തെ സീക്വൻസ് ഇപ്പൊ രണ്ടില് തുടങ്ങി ഇങ്ങനെ 3 ആഡ് ചെയ്ത് പോവാണ് നമ്മൾ. 2 കൂടെ 3 കൂട്ടിയപ്പോൾ 5, 5 കൂടെ 3 കൂട്ടിയപ്പോൾ 8, 8 കൂടെ 3 കൂട്ടിയപ്പോൾ 11. ഇങ്ങനെ ഒരു നമ്പറിൽ തുടങ്ങി ഒരു ഫിക്സഡ് നമ്പർ ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്ന ടൈപ്പ് ഓഫ് നമ്പർ സീക്വൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുക. ഓക്കെ ആണോ? ഇനി ഓൾജിബ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾജിബ്രയുടെ ശുദ്ധ മലയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീജഗണിതം എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമ്മൾ പല കാര്യങ്ങളെയും നമ്മൾ പൊതുവായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓൾജിബ്ര എന്നുള്ള വേർഡിന്റെ അർത്ഥമാണ് പറയുന്നത്. ഇപ്പോൾ പൊതുവായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? എക്സ് ഉള്ള ഇപ്പൊ ഇങ്ങനത്തെ x+1 ഇങ്ങനത്തെ, അല്ലെങ്കിൽ n+1 ഇങ്ങനത്തെ എക്സോ എന്നൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഈ ചാപ്റ്ററിൽ? അരിത്തമാറ്റിക് സീക്വൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അരിത്തമാറ്റിക് സീക്വൻസസിന്റെ ഓൾജിബ്ര, അതായത് അരിത്തമാറ്റിക് സീക്വൻസസിനെ നമ്മൾ പൊതുവായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ ചാപ്റ്റർക്ക് വരുന്നതിന്റെ മുന്നേ ആദ്യം എന്താ ഐഡിയ ഉണ്ടാക്കുക? അരിത്തമാറ്റിക് സീക്വൻസ് എന്താണെന്നുള്ള ഐഡിയ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചില്ലെങ്കിൽ പോലും ഈ ചാപ്റ്റർ പഠിക്കാൻ പറ്റൂട്ടോ. അത് ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതിന്റെ എക്സാക്ട് കണ്ടിന്യൂഷൻ അല്ല, പക്ഷെ ഇത് രണ്ടും കൂടി ചേർത്ത് പഠിക്കാൻ പറ്റും. ഒരു കുഞ്ഞു ചാപ്റ്റർ. നമുക്ക് പതുക്കെ ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പൊ ഫസ്റ്റ് കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്താണ് 2, 4, 6, 8 ഇങ്ങനെ പോകുന്നത് എന്താണ്? ഇത് സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് ആണ് അല്ലെ? ഈവൻ നമ്പേഴ്സും ആണ്. ഇത് എന്തുമാണ്? ഒരു അരിത്തമാറ്റിക് സീക്വൻസും അല്ലെ? ഇരട്ട സംഖ്യകളും ആണ്. എന്തുമാണ്? ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അതായത് 2 തുടങ്ങി തുടർച്ചയായി നമ്മൾ എന്താണ് ആഡ് ചെയ്ത് പോകുന്നത്? 2 തന്നെ ആഡ് ചെയ്ത് പോവാണ്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ആദ്യം ഇതില് ഫസ്റ്റ് ടേം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനാളുണ്ട്, അല്ലെങ്കിൽ ഒന്നാമത്തെ പദം ഇവിടെ ആരാണ്? 2 ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി സെക്കൻഡ് ടേം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പറയാൻ ആളുണ്ട്. ആരാണ്? 4 ആണ്. ഓക്കെ, അതുപോലെ തേർഡ് ടേം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആളുണ്ട്. ആരാണ്? 6 ആണ്. സിമിലർലി ഫോർത്ത് ടേം എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, ശരിക്ക് ഇതൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഇതിനെ ഇങ്ങനെ പോയിട്ട് ഇനിയിപ്പോ നമ്മളോട് ചോദിക്കുകയാണ് 100ാമത്തെ ആളെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 100th ടേം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതി നോക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു വഴി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതല്ല, നമ്മൾ എക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് പൊതുവായിട്ട് ഒരു റെപ്രസെന്റേഷൻ കൊടുത്തിട്ടൊന്ന് ആലോചിക്കാൻ പോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട്, ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഈ 2നെ നമുക്ക് 2 × 1 എന്ന് എഴുതിക്കൂടെ? ക്ലിയർ ആണോ? അടുത്ത എന്ത് വരും? സെക്കൻഡ് ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? സെക്കൻഡ് ടേം ആയിട്ടുള്ള 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 എന്ന് എഴുതാം. ഓക്കെ, തേർഡ് ടേം ആയിട്ടുള്ള 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3 എന്ന് എഴുതാം. ക്ലിയർ ആണോ? ഇനി ഫോർത്ത് ടേം ഇപ്പൊ എങ്ങനെ? 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 × 4 ആണ്. അപ്പൊ ഐഡിയ കിട്ടിയോ? ഫസ്റ്റ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 2 × 1. ഐഡിയ കിട്ടിയോ? സെക്കൻഡ് ടേം 2 × 2, തേർഡ് ടേം 2 × 3, ഫോർത്ത് ടേം 2 × 4. ക്ലിയർ ആണോ? അപ്പൊ 100th ടേം എന്താവും? സിമിലർലി 100th ടേം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ പാറ്റേൺ വെച്ചിട്ടാണെങ്കിൽ 2 × 100 ഈക്വൽ ആയിരിക്കും. അതായത് 200 ആയിരിക്കും ആര്? ഈ അരിത്തമാറ്റിക് സീക്വൻസിന്റെ 200ാമത്തെ ടേം. ഓക്കെ, അപ്പൊ ജനറൽ ആയിട്ട് nth ടേമിന് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? nth ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 × n ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ജനറൽ ആയിട്ട് എന്ത് പറയും? nth ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2n ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് എന്ത്? ഈ പറഞ്ഞിട്ടുള്ളതാണ് എന്ത്? ഈവൻ നമ്പേഴ്സിന്റെ ഓൾജിബ്രായിക് റെപ്രസെന്റേഷൻ. ക്ലിയർ? ഫസ്റ്റ് കാര്യം മനസ്സിലാക്കേണ്ടതാണ്, ഈവൻ നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളുടെ ബീജഗണിത രൂപമാണ് എന്ത്? 2n എന്ന് പറയുന്നത്. ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളുടെ ഓൾജിബ്രായിക് റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം 2n എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പല ഉപകാരങ്ങളും ഉണ്ട്. എന്താണ്? ഇത് നോക്ക്. ഈ nth ടേം അറിയാമെങ്കിൽ നമുക്ക് പിന്നെ ആ സീക്വൻസ് ഏതാണ്, എത്രാമത്തെ ടേമും ആണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങളോട് സപ്പോസ് നിങ്ങൾക്ക്
ഇതറിയാമെങ്കിൽ ഉള്ള ഉപകാരം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും ഈ സീക്വൻസിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 1000th പൊസിഷനിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ആ 1000th പൊസിഷൻ അല്ലെങ്കിൽ 1000 എന്ന് പറയുന്ന സ്ഥാനത്ത് വരുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ആ 1000th ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഈ ഓൾജിബ്രായിക് റെപ്രസെന്റേഷൻ കൊടുത്താൽ മതി. 2 ഇൻറ്റു 1000 ആയിരിക്കും, അതായത് 2000 ആയിരിക്കും എന്ത്? ആ 1000th ടേം. ഐഡിയ കിട്ടിയോ? അപ്പോ ഒരു സീക്വൻസിനെ നമ്മളിങ്ങനെ നിരത്തി എഴുതുന്നതിന് പകരം അതിന്റെ ഓൾജിബ്രായിക് റെപ്രസെന്റേഷൻ എഴുതിയാൽ മതി. ഓക്കെ, സിമ്പിൾ ആണ്. ഐഡിയ കിട്ടിയിട്ടുണ്ടാവും കരുതുന്നു. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് എന്തുണ്ട്? ഓഡ് നമ്പേഴ്സ് എഴുതിക്കൂടെ? ഇതെന്താണ്? 1 3 5 7 9. ഇതെന്താണ്? സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് ആണ്. ആണോ? ഓഡ് നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇനി ഇതിലെ ഫസ്റ്റ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം എന്താണ്? 1 തന്നെയാണ്. ആണോ? സെക്കൻഡ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? 3 തന്നെ ആയിരിക്കും. ഓക്കെ, തേർഡ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 5 ആണ്. ഓക്കെ, ഫോർത്ത് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 7. ഫിഫ്ത്ത് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ 9. ഓക്കെ, നമ്മളപ്പോൾ ഇതിനും നമ്മൾ എന്ത് nth ടേമിനുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ പൊതുവായിട്ട് ഓൾജിബ്ര ഓഫ് ദിസ് അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയാറ്. അതായത് nth ടേമിനുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കുക, അതാണ് കേട്ടോ നമ്മുടെ ലക്ഷ്യം. ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഫിഫ്ത്ത് ടേം എന്തുണ്ട്? 9 ഉണ്ട്. ശ്രദ്ധിച്ചോ? ഈ 1നെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഒന്ന് നോക്കിക്കട്ടോ. നമുക്ക് ടേമുമായിട്ട് കണക്ഷൻ വേണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 2 ഇൻറ്റു 1, അതായത് 2. 2ൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? 1 കുറച്ചാൽ 1 തന്നെ കിട്ടി. ആണോ? ഇനി സെക്കൻഡ് ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2. ഓക്കെ, ശ്രദ്ധിച്ചോ? 2 ഇൻറ്റു 2 4. 4ൽ നിന്നൊന്ന് കുറച്ചാൽ പോരെ? അതേമാതിരി തേർഡ് ടേം ആയിട്ടുള്ള 5 എന്താണ്? 2 ഇൻറ്റു 3 ആയിട്ടുള്ള 6ൽ നിന്നൊന്ന് കുറച്ചതാണ്. ആണോ? 6 മൈനസ് 1 5. കറക്റ്റ് അല്ലേ? ഇതെന്ത് വരും? 2 ഇൻറ്റു 4 8 ആയി. 8 മൈനസ് 1 7 ആയി. അയോ, അതേമാതിരി ഇതെന്ത് വരും? 2 ഇൻറ്റു 5 10 ആയി. 10ൽ നിന്ന് ഒന്ന് കുറച്ചത്. ആണോ? അപ്പൊ ഇങ്ങനെ വരും. ഇപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ ഒരു പാറ്റേൺ ആയില്ലേ? ഫസ്റ്റ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇൻറ്റു 1ൽ നിന്ന് ഒന്ന് കുറച്ചത്. സെക്കൻഡ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇൻറ്റു 2വിൽ നിന്ന് ഒന്ന് കുറച്ചത്. ആണോ? തേർഡ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇൻറ്റു 3 മൈനസ് 1. ഫോർത്ത് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇൻറ്റു 4 മൈനസ് 1. ഫിഫ്ത്ത് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇൻറ്റു 5 മൈനസ് 1. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, nth ടേം എന്തായിരിക്കും? nth ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഇങ്ങനെ എഴുതിക്കൂടെ? 2 ഇൻറ്റു n മൈനസ് 1. ആണോ? 2 ഇൻറ്റു n മൈനസ് 1. അപ്പൊ ഇതാണ് കേട്ടോ ഓഡ് നമ്പേഴ്സിന്റെ എന്ത്? ഓൾജിബ്രായിക് റെപ്രസെന്റേഷൻ. അപ്പോൾ ഓഡ് നമ്പർ ആണെങ്കിൽ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഡ് നമ്പർ ആണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പൊ നമ്മൾ ഇതിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ ഇതാ yn എന്ന് വിളിക്കുകയാണെങ്കിൽ, yn എന്ന് വിളിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2n മൈനസ് 1 എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതാണ് എന്ത്? ഓൾജിബ്രായിക് റെപ്രസെന്റേഷൻ ഓഫ് ഓഡ് നമ്പേഴ്സ്. ഇനി ഈ yn എന്ന് എഴുതാനുള്ള കാരണം, നമ്മളിപ്പോ ഈ സീക്വൻസിനെ 1 3 5 7 പകരം നമ്മളിപ്പോ ഇങ്ങനെ പറയും 1 3 5 7 9 ഇങ്ങനെ പോകുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? ഈ സീക്വൻസിനെ ഫസ്റ്റ് ടേം y1 y2, രണ്ടാമത്തെ ടേം y3, വെറുതെ റെപ്രസെന്റേഷൻ y4 y5 ഇങ്ങനെയാണെങ്കിൽ ഇതിലെ yn എന്താന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലേ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത്? yn എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 2n മൈനസ് 1 ആണ്. ക്ലിയർ ആണോ? അപ്പോൾ ഓഡ് നമ്പേഴ്സിന്റെ റെപ്രസെന്റേഷനും നമ്മൾ പഠിച്ചു, ഈവൻ നമ്പേഴ്സിന്റെ റെപ്രസെന്റേഷനും നമ്മൾ പഠിച്ചു. ബേസിക് ആയിട്ട് നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇപ്പൊ ഈ 2n മൈനസ് 1 ഇപ്പൊ ഇങ്ങനെ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഓർമ്മ കിട്ടിക്കോളണം എന്നില്ല. ഇതിപ്പോ ഓഡ് നമ്പറും ഈവൻ നമ്പറും ആവേണ്ടത് ഇത് കാണാതെ പഠിച്ചു വെച്ചാൽ ഉപകാരപ്പെടും. പക്ഷെ നിങ്ങൾക്ക് ഏതൊരു അരിത്തമാറ്റിക് സീക്വൻസ് തന്നാലും ഇത് ഇങ്ങനെ കണ്ടുപിടിക്കാൻ സിമ്പിൾ വഴികളുണ്ട്, സിമ്പിൾ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊന്നും ഈ ഒരു പാറ്റേൺ ഒന്നും എഴുതി നോക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് സീക്വൻസിൽ നിന്ന് തന്നെ എഴുതാൻ പറ്റും. അപ്പോൾ അതാണ് ഈ സീക്വൻസിലെ ഫസ്റ്റത്തെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ആകെ 2-3 കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ളൂ ഈ ചാപ്റ്ററിൽ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ എന്താണ് ഓൾജിബ്രായിക് ഫോം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്? പൊസിഷനും നോക്കിക്കോ, നമ്മളിപ്പോൾ എന്താ nth പൊസിഷനിലുള്ളതല്ലേ കണ്ടുപിടിച്ചത്? അതായത് പൊസിഷനും ടേമും തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ എന്ത് ഓൾജിബ്രായിക് ഫോം ഓഫ് ദ സീക്വൻസ് അല്ലെങ്കിൽ ബീജഗണിത രൂപം എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് എഴുതി തരുന്നുണ്ട്. ദി റെപ്രസെന്റേഷൻ ഓഫ്, ഇത് ടെക്സ്റ്റിലുള്ള ഡെഫിനേഷൻ ആണ് കേട്ടോ. ദ റെപ്രസെന്റേഷൻ ഓഫ് ദി
relation between the position and terms of a sequence is called the algebraic അല്ലേ? നമ്മൾ ആ എക്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യണത് സിമ്പിൾ ആക്കി പറയുകയാണെങ്കിൽ അതായത് അതിന് നമ്മൾ എന്താണ് ഓരോ പൊസിഷൻ ഇപ്പോൾ ഫസ്റ്റ് പൊസിഷന് വേണ്ടിയിട്ട് നമുക്ക് പൊസിഷനും ടേമും തമ്മിൽ റിലേറ്റ് ചെയ്യണ ഒരു ഇക്വേഷനാണ് നമ്മൾ എന്ത് പറയുക ഓൾജിബ്രായിക് ഫോം ഓഫ് ദി സീക്വൻസ്. ഓക്കെ, അപ്പോൾ ഇതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണെന്ന് വെക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് സിമ്പിൾ ആയിട്ട് ഇപ്പോൾ ഓൾജിബ്രായിക് ഫോം ഓഫ് സീക്വൻസ് എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ആദ്യം തന്നെ നമ്മൾ ഇത് ടെക്സ്റ്റ് ബുക്കിന്റെ ഓർഡറിലാണ് പോകുന്നത്. അപ്പോൾ ചാപ്റ്ററിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അരിത്തമാറ്റിക് സീക്വൻസും ഓൾജിബ്രയൊക്കെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ സിമ്പിൾ ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സീക്വൻസ് തന്നു. ഇപ്പോൾ 12, 13, 34 ഇങ്ങനെ പോകുന്നൊരു സീക്വൻസ്. ഇതാദ്യം അരിത്തമാറ്റിക് സീക്വൻസ് ആണോ? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ആരുണ്ട്? ഫസ്റ്റ് ടേമിന് ഞാൻ ഇനി ഇത് എഫ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഫസ്റ്റ് ടേമിനെ നമ്മൾ എന്ത് ചെയ്യും? റെപ്രസെന്റ് ചെയ്യും എഫ് എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ആരാണ്? 12. ഫസ്റ്റ് ടേം 12 അല്ലേ? അതേമാതിരി കോമൺ ഡിഫറൻസ് ഇവിടെ 13 അല്ല കേട്ടോ, സോറി, എഴുതിപ്പോയത് തെറ്റിയതാണ്, 23 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. കാരണം ഇവിടെ എന്താണ് നമ്മൾ ആഡ് ചെയ്ത് പോകുന്നത്? 11 ആണ് ആഡ് ചെയ്ത് പോകുന്നതാണോ? 12 കൂടെ 11 കൂട്ടിയപ്പോൾ നമുക്ക് 23 ആയി. 23 കൂടെ 11 കൂട്ടിയപ്പോൾ 34 ആയി. അപ്പൊ കോമൺ ഡിഫറൻസ് എങ്ങനെയാണ്? തൊട്ടടുത്ത രണ്ട് ടേംസ് എടുക്കുക. ഏതെങ്കിലും ടേംസ് അതിന്ന് മുന്നിൽ നിൽക്കുന്ന ആളിൽ നിന്ന് തൊട്ട് പിന്നത്തെ കുറച്ചാൽ മതി. അപ്പൊ 23 മൈനസ് 12 എന്ന് വരും. അല്ലെങ്കിൽ എന്ത് വരും? 11 വരും. ഇനി കേട്ടോ, നമുക്ക് ഓൾജിബ്രായിക് റെപ്രസെന്റേഷൻ കണ്ടുപിടിക്കാൻ ഇതിലിപ്പോൾ നമുക്ക് nth ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. nth ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റ് ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. അപ്പോൾ അത് ശ്രദ്ധിച്ച് കേട്ടോ. ആ ഇക്വേഷൻ പറയുന്നത് xn ഈക്വൽ ടു xn എന്ന് വെച്ചാൽ x1, x2, x3 ഇതാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള സീക്വൻസ് എങ്കിൽ അടുത്ത xn കണ്ടുപിടിക്കാൻ. ഓക്കെ, xnന്റെ റെപ്രസെന്റേഷൻ എന്ന് വെച്ചാൽ xn എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി കേട്ടോ. എഫ് ഫസ്റ്റ് ടേം പ്ലസ് n-1 എന്ന് വെച്ചാൽ വേരിയബിൾ നമുക്ക് ഏത് പൊസിഷൻ വേണമെങ്കിൽ മാറ്റി കൊടുക്കാമല്ലോ. ഓക്കെ, nth പൊസിഷൻ n-1 ഇൻറ്റു ഡി ആയിട്ടുള്ള കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. അപ്പൊ എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? ഒന്നാം പദം അല്ലെങ്കിൽ എന്താണ് ഫസ്റ്റ് ടേം കേട്ടോ. ഫസ്റ്റ് ടേം ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമൺ ഡിഫറൻസ്. ഇവിടെ നമ്മൾ ഇക്വേഷൻ ആണല്ലോ എഴുതിയത്. അപ്പൊ എന്ത് വരും? എഫ് പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് വരും. അപ്പോൾ ഇതാണ് എന്ത് ഓൾജിബ്ര. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ ആണോ? അപ്പോൾ എഫ് പ്ലസ് n-1 ഇൻറ്റു ഡി ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ തന്നെ നിങ്ങൾ ഫസ്റ്റ് സെക്ഷൻ ഓൾമോസ്റ്റ് പഠിച്ചു എന്നർത്ഥം. ഓക്കെ, പിന്നെ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും ഒരു 2-3 കാര്യം കൂടി അഡീഷണൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഈ ചാപ്റ്ററിന്റെ പകുതിയും ഓൾമോസ്റ്റ് കവറായി. അപ്പോൾ സിമ്പിൾ ചാപ്റ്റർ ആണ് കേട്ടോ, കുഞ്ഞു ചാപ്റ്റർ ആണ്. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോ? അപ്പൊ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഈ സീക്വൻസിന്റെ xn എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ടേം നമുക്ക് ആരാന്ന് കിട്ടിയിട്ടുണ്ട്? 12 ആണ് ഫസ്റ്റ് ടേം. അപ്പൊ എന്ത് വരും? xn എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 പ്ലസ് n അങ്ങനെ തന്നെ കൊടുക്കട്ടോ, എന്നിനെ മാറ്റരുത്. n-1 ഇൻറ്റു ഡി ആരാണ് ഇവിടെ? കോമൺ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 11 ആണോ? ഇനി ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ വരും. അപ്പൊ 12 പ്ലസ് ഇനി എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുക? ഈ 11 നമ്മൾ ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പൊ 11 ഇൻറ്റു n 11n, അതേമാതിരി 11 ഇൻറ്റു -1 അപ്പോൾ -11 വരും. ക്ലിയർ ആണോ? അപ്പൊ എന്ത് വരും? ഇങ്ങോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ xn ഈക്വൽ ടു 11n എന്നുള്ള ടേമിന് നമ്മളെപ്പോഴും ആദ്യം എഴുതുക. ഇങ്ങനെ ലാസ്റ്റ് അത് എടുത്ത് എഴുതുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ n ഉള്ളതിന് ആദ്യം എഴുതി. ബാക്കി ആരുണ്ട്? 12 ഉണ്ട്, -11 ഉണ്ട്. അപ്പോൾ 12 - 11 12 11 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി ആരുണ്ടാവും? ഒരു +1 ഉണ്ടാവും. അപ്പോൾ xn ഈക്വൽ ടു 11n + 1 ആയിരിക്കും എന്ത്? ഈ സീക്വൻസിന്റെ എന്താണ്? xn ഈക്വൽ ടു 11n + 1 ഇതായിരിക്കും എന്ത്? നമുക്ക് തന്നിട്ടുള്ള സീക്വൻസിന്റെ ഓൾജിബ്രായിക് റെപ്രസെന്റേഷൻ. നമുക്കത് ശരിയാണോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. x3 തേർഡ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് അല്ലെ, x3 എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് ടേം 34 ആണോ എന്നൊന്ന് ചെക്ക് ചെയ്താൽ ഇതൊന്ന് തേർഡ് ടേം എന്ത് വരും? x3 ഈക്വൽ ടു 11 ഇൻറ്റു 3
പ്ലസ് 1 11 × 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 33 + 1 34. അപ്പോൾ നമുക്ക് എന്താണ് കറക്റ്റ് ആണ്, നമ്മൾ വെരിഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈ സീക്വൻസ് എഴുതണം എന്ന് പോലും ഇല്ല. എത്രാമത്തെ ടേം ആണെങ്കിലും നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങളോട് ഈ സീക്വൻസിലെ 10ാമത്തെ ആൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ കൊടുത്താൽ പോരെ. x10 എന്ന് വെച്ച് കഴിഞ്ഞാൽ 11 × 10 + 1 എന്ന് വരും. ഇപ്പം 11 × 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ 110 + 1 അല്ലെങ്കിൽ 111 ആയിരിക്കും ഈ സീക്വൻസിലെ 10ാമത്തെ ആള്. അപ്പൊ ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ? എങ്കിൽ ഒരു കാര്യം കൂടി പറയട്ടെ. പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആയി മനസ്സിലാക്കുക. ഓക്കെ, ഞാനൊരു സീക്വൻസും കൂടി എഴുതുന്നുണ്ട്, ശ്രദ്ധിച്ചു കേട്ടോ. 1/2 5/6 7/6 ഇങ്ങനെ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. അതായത് ഇത് കോമൺ ഡിഫറൻസ് ഉണ്ടോന്ന് ആദ്യം അറിയണമല്ലോ. അപ്പൊ ഇതെന്താണ്? കോമൺ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇതിനെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടേം എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരാണ്? 1/2 ആണ്. ഇതിൽ ഡൗട്ടില്ലല്ലോ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? തൊട്ടടുത്ത 2 ടേം എടുക്കുക, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക. മുന്നത്തെ ടേമിൽ നിന്ന് തൊട്ട് പിന്നത്തെ ടേം കുറക്കുക. അപ്പോൾ 5/6 - 1/2 എന്ന് വരും. ക്ലിയർ ആണോ? അപ്പൊ എന്ത് വരും? 5 × 2 ആയിട്ടുള്ള 10 - 6/12 6 × 2 12 എന്ന് വരും. അല്ലെങ്കിൽ എന്ത് വരും? 10 - 6 4 4/12 എന്ന് വരും. ചെറുതാക്കുമ്പോൾ എന്ത് വരും? 1/3 എന്ന് വരും കേട്ടോ. ഇതുവരെ ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി? 1/3. അതേമാതിരി ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1/2, കോമൺ ഡിഫറൻസ് 1/3 ആണോ? ഇനി അപ്പോൾ എന്താണ്? 1/3 ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന്റെ ജനറൽ ടേം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെ വരും? നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. എന്ത്? xn എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇക്വേഷൻ എഴുതിക്കോളൂ കേട്ടോ. അപ്പോൾ തെറ്റില്ല. f + n - 1 × d ആണ്. ഓക്കെ ആണോ? അപ്പോൾ എന്ത് വരും? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് xn f നമുക്ക് കിട്ടിയിട്ടുണ്ട് 1/2 + n - 1 × d എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? കോമൺ ഡിഫറൻസ് ആരാണ്? 1/3 ആണ്. അപ്പോൾ എന്ത് വരും? 1/2 + 1/3n - 1/3 എന്ന് വരും. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു n ഉള്ള ടേമിനെ നമ്മൾ ആദ്യം എടുത്ത് എഴുതും. അപ്പോൾ ആര് എഴുതി? 1/3 n എഴുതി. ബാക്കി ആരൊക്കെ ഉണ്ട്? ഒരു +1/2 ഉണ്ട്, -1/3 ഉണ്ട്. +1/2 ഉണ്ട്, -1/3 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി അത് സോൾവ് ചെയ്താൽ മതി. ഓക്കെ ആണോ? അപ്പോൾ 1/3n + 1/2 - 1/3 എന്ത് വരും? നോക്കി നോക്ക്. 1 × 3 ആയിട്ടുള്ള 3 - 2/6 എന്ന് വരും. അപ്പോൾ 1/6. അപ്പോൾ 1/3n + 1/6 എന്ന് വരും. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഞാൻ ഈ 1/3n ഞാൻ മുകളിലും, അതായത് ഇതിന്റെ അർത്ഥം ശരിക്കും ഇങ്ങനെയല്ലേ? n/3 + 1/6. ഇതിൽ ഡൗട്ടില്ലല്ലോ. നമുക്ക് ഇതിനെ മുഴുവൻ ഇതിന്റെ ഡിനോമിനേറ്റർ കൂടി സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ഡിനോമിനേറ്ററിൽ എഴുതിക്കൂടെ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇവിടെ 6 ആക്കാൻ വേണ്ടിയിട്ടല്ലേ, നമുക്ക് ഇവിടെ 6 കൊടുന്നാൽ പോരെ. ഇവിടെ 6 വരണമെങ്കിൽ × 2 ചെയ്താൽ മതി. അപ്പോൾ മുകളിലും × 2 ചെയ്യണം. അപ്പോൾ എന്ത് വരും? 2n + 2n/6 + 1/6 എന്ന് വരും. അല്ലെങ്കിൽ എന്ത് വരും? 2n + 1/6 എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പോൾ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ nth ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 2n + 1/6. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ ഈ സീക്വൻസിലെ എത്രാമത്തെ ടേം ആണെങ്കിലും കണ്ടുപിടിച്ചൂടെ? ഓക്കെ ആണോ? അതാണ് കേട്ടോ ഓൾജിബ്രായിക് റെപ്രസെൻറ്റേഷൻ്റെ ഇമ്പോർട്ടൻസ്. 2-3 കാര്യങ്ങളും പറയാനുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഈ സീക്വൻസ് ആയിട്ടുള്ള 1/2 5/6 7/6 ഇതിന്റെ ഓൾജിബ്രായിക് റെപ്രസെൻറ്റേഷൻ നമുക്ക് എന്ത് കിട്ടി? xn = 2n + 1/6. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി എത്രാമത്തെ ടേം ആണെങ്കിലും കണ്ടുപിടിക്കാം. അപ്പോൾ 10th ടേം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിച്ചൂടെ? 10th ടേം എന്ന് പറയുന്നത് ആരായിരിക്കും? x10 കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 2 × 10 + 1 എന്ന് വരും /6. അപ്പോൾ 20 + 1/6 അല്ലെങ്കിൽ 21/6 ആയിരിക്കും. എന്ത്? 21/6 ആയിരിക്കും എന്ത് 10ാമത്തെ പൊസിഷനിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതൊന്ന് അസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ബേസിക് കാര്യം, ഇത് അറിഞ്ഞിരിക്കുക. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ശ്രദ്ധിച്ചിരുന്നു. ഇനി ഇത് കൂടാതെ നമുക്ക് ഇതിന്റെ പുറമെ നമുക്ക് ഈ ഓൾജിബ്രായിക് റെപ്രസെൻറ്റേഷൻ കൊണ്ട് നമുക്ക് പല അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് നമുക്ക് പല അസംഷനിലും എത്തിച്ചേരാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഈ 2n എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും? 2 × ഏതോ ഒരു പൊസിഷൻ, അതായത് 2 × 1 2 × 2 2 × 3 2 × 4 ഇതെന്തായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും. ആണോ? ഈ ഒരു ടേം അല്ലെ, ഈ ഒരു ടേം എന്ത് തന്നെ ആയാലും എന്തായിരിക്കും? ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ആണോ?
ഈവൻ നമ്പറിന്റെ കൂടെ 1 ആഡ് ചെയ്തു. അപ്പൊ എന്താവും? അപ്പൊ ഇത് ടോട്ടല് മുകളിൽ ടോട്ടൽ എന്ത് വരും? ഓഡ് നമ്പർ വരും. ആണോ? ഈവൻ നമ്പറിന്റെ കൂടെ 1 ആഡ് ചെയ്തു അല്ലെ? +1 ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് 2 × 2 4. 4ന്റെ കൂടെ 1 ആഡ് ചെയ്തു 5. ഇനി 2 × 3 6. 6 + 1 7. എന്തായാലും മുകളിൽ ഓഡ് വരും. താഴെ എന്താണുള്ളത്? 6 ആണ്. അല്ലെങ്കിൽ ഒരു ഈവൻ നമ്പർ ആണ്. ആണോ? നമുക്കറിയാം. അപ്പൊ ഇത് എന്ത് തന്നെ ഒരിക്കലും ഇത് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്ത് പോവില്ല. കാരണം നാച്ചുറൽ നമ്പർ കിട്ടൂല. അതിന്റെ കാരണം എന്താണ്? നമുക്കറിയാം 6ന്റെ മൾട്ടിപ്പിൾസ് മുകളിൽ വന്നാൽ മാത്രമേ ഇത് ക്യാൻസൽ ആയി പോവുള്ളൂ അല്ലെ? 6ന്റെ മൾട്ടിപ്പിൾസ് എപ്പോഴെങ്കിലും മുകളിൽ വരുമോ? 6ന്റെ മൾട്ടിപ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഈവൻ ആവുകൊണ്ട് എപ്പോഴും ഈവൻ നമ്പേഴ്സ് ആയിരിക്കും മുകളിൽ വരും. അല്ലെങ്കിൽ മുകളിൽ ഈ നമ്പേഴ്സിൽ ഏതെങ്കിലും വരുമോ? വരാൻ സാധ്യത ഉണ്ടോ? 6, 12, 18, 24 ഒക്കെ എന്തായിരിക്കും? ഈവൻ നമ്പേഴ്സ് ആയിരിക്കും. പക്ഷെ മുകളിൽ ഒരിക്കലും ഈവൻ നമ്പേഴ്സ് വരില്ല. അപ്പോ എന്ത് തന്നെ ആയിരിക്കും? ഒരിക്കലും ഇതെന്താവൂല? താഴെയുള്ള 6 ക്യാൻസൽ ആയി പോകൂല. അപ്പൊ ഇതെപ്പോഴും എന്ത് തന്നെ ആയിട്ട് നിലനിൽക്കും? ഒരു ഫ്രാക്ഷൻ തന്നെ ആവും. ആണോ? ഇതൊരിക്കലും എന്താവൂല? ഒരു നോട്ട് എ നാച്ചുറൽ ടേം, നാച്ചുറൽ നമ്പർ ടേം ഉണ്ടാവൂല അതില്. ഓക്കെ, നാച്ചുറൽ നമ്പർ ടേംസ്. ഓക്കെ, നോ നാച്ചുറൽ നമ്പർ ടേംസ് ആർ ദർ ഇൻ ദ സീക്വൻസ്. ഓക്കെ, ആർ ദർ ഇൻ ദ സീക്വൻസ്. അപ്പൊ ഈ ശ്രേണിയിൽ ഒരു എണ്ണൽ സംഖ്യ പോലും വരില്ല. അതിന്റെ കാരണം മനസ്സിലായോ? എന്തുകൊണ്ടാണ്? നമുക്ക് ഈ ഓൾജിബ്രായിക് റെപ്രസെന്റേഷൻ നോക്കിയൊക്കെ മുകളിൽ എന്താണ്? 2n+1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഡ് നമ്പർ ആണ്. താഴെ 6 ആണ്. അതൊരു ഈവൻ നമ്പർ ആണ്. അപ്പോൾ ഓഡ് ബൈ ഈവൻ ഒരിക്കലും അത് ക്യാൻസൽ ആയി പോയില്ല. അപ്പൊ നമുക്ക് എന്ത് വരില്ല? നാച്ചുറൽ നമ്പർ കിട്ടണമെങ്കിൽ ഇപ്പൊ സപ്പോസ് നമുക്ക് ഇങ്ങനെയൊക്കെ വന്നു 12 മുകളിൽ 12ഉം ബൈ 6ഉം വന്നതിനത് ക്യാൻസൽ ചെയ്ത ആൻസർ എന്താവും? 2 എന്നാവും. അപ്പോഴൊക്കെ നമുക്ക് നാച്ചുറൽ ആവുള്ളൂ. ഈ 6 ഒരിക്കലും ക്യാൻസൽ ആവില്ല. അതെന്തുകൊണ്ടാണ്? എക്സാക്ട്ലി ക്യാൻസൽ ചെയ്ത് പോവില്ല. മുകളിൽ ഓഡ് നമ്പേഴ്സ് ആണ്. ഓരോ കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇങ്ങനത്തെ അസംഷൻസിലൊക്കെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, ഇതേമാതിരി ഒരു എക്സാമ്പിൾ കൂടെ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചു കേട്ടോ. ഇപ്പൊ ഈ ഒരു സീക്വൻസ് നോക്ക്. 1/2 ഒരു അരിത്തമാറ്റിക് സീക്വൻസ് എഴുതണ്ടേ. 1/2 3/4 1 അതേമാതിരി ഇപ്പൊ ഒരു 1/4. അതായത് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് പോവുക. ഓക്കെ, 1/2 തുടങ്ങിയപ്പോൾ ഇവിടെ എന്താണ്? ഫസ്റ്റ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ആണ്. കോമൺ ഡിഫറൻസ് എന്താണ് ആഡ് ചെയ്ത് പോകുന്നത്? അര എങ്ങനെ മുക്കാൽ ആഡ് ചെയ്തത്? മുക്കാലായിട്ടുണ്ടാവുക. കാല ആഡ് ചെയ്തപ്പോഴാണ്. ഇനി നമുക്ക് നേരത്തെ മാതിരി നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. കോമൺ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3/4 - 1/2 ചെയ്താൽ മതി. അല്ലെങ്കിൽ 6 - 4/8 എന്ന് വരും. എന്ത് വരും? 2/8 അല്ലെങ്കിൽ 1/4. അപ്പൊ കോമൺ ഡിഫറൻസ് എന്താണ്? നമ്മൾ പറഞ്ഞു കാല്. 1/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽ. ഓക്കെ, അപ്പോൾ 1/4 ആയിരിക്കും ഇവിടെ ആഡ് ചെയ്ത് പോകുന്നത്. നമുക്ക് ഇതിനൊന്നും ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ജനറൽ ടേം കാണാം. xn = f + n-1 × d എന്നാണ്. ഇപ്പൊ എന്ത് വരും? 1/2 ഫസ്റ്റ് ടേം ആയിട്ടുള്ള 1/2 + n-1 × d എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4. ക്ലിയർ ആണോ? ഒക്കെ എന്ത് വരും? 1/2 + 1/4n 1/4 × n - 1/4. ഓക്കെ, -1 × 1/4 അപ്പോൾ -1/4. ഇനി ആര് വരും? എന്നുള്ള ടേമിന് ആദ്യം എടുത്ത് എഴുതി. ബാക്കി ആരുണ്ടാവും? -1/2 - 1/4 ആണോ? എന്ത് വരും? 1/4n അരയിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? ഇത് പ്ലസ് ആണ്. ഇവിടെ പ്ലസ് അല്ലേ? +1/2 ആണ്. അപ്പോൾ അരയിൽ നിന്ന് കാല് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും എന്ത് വരും? കാല് തന്നെ വരും. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? n/4 + 1/4 അല്ലെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, n + 1/4. അപ്പോൾ നമുക്ക് ജനറൽ ഫോം അല്ലെങ്കിൽ ഓൾജിബ്രായിക് ഫോം കിട്ടി. എന്താണ്? n + 1/4. ഓക്കെ, ഇതിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇതിലിപ്പോൾ ഞാൻ എന്നിനൊരു 3 എന്ന് കൊടുത്തു. എന്നിന് 3 കൊടുത്താൽ എന്ത് വരും? ഇതെന്താവും? എന്നിന് 3 കൊടുത്തു കഴിഞ്ഞാൽ 3 + 1/4 ആണോ? n = 3 ആവുമ്പോൾ എന്ത് വരും? 3 + 1/4 അല്ലെങ്കിൽ 4/4 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടും. ഇനി ഇതേമാതിരി ഞാൻ എന്നിനൊരു 5 അല്ല എന്നിനൊരു 7 കൊടുത്തു നോക്കും. എന്നിന് 7 കൊടുക്കുമ്പോൾ 7 + 1 ആയിട്ടുള്ള 7 + 1/4 എന്നാവും. അല്ലെങ്കിൽ 8/4 2 ആണോ? അപ്പോൾ എന്നിന് 7 കൊടുത്താൽ നമുക്ക് അടുത്ത നാച്ചുറൽ നമ്പർ ആയിട്ടുള്ള 2 കിട്ടി. അപ്പോൾ ഇതിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ അരിത്തമാറ്റിക് സീക്വൻസിൽ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. നാച്ചുറൽ നമ്പർ ഏതൊക്കെ പൊസിഷനിലാണ് വരിക എന്ന് കൂടെ നമുക്ക് ഇതിന്ന് പറയാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിന് ഞാൻ ഈ പറയുന്ന നമ്പേഴ്സിൽ ഏതെങ്കിലും കൊടുത്തു വരുക. ശ്രദ്ധിച്ചോ, എന്നിന് ഞാൻ കൊടുക്കാൻ പോകുന്നത് കുറച്ച് നമ്പേഴ്സ് ആയതുകൊണ്ട് n എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആയാൽ, അതുപോലെ 7 ആയാൽ, 11 ആയാൽ, അതായത് ഈ ഒരു സീക്വൻസ് 3 ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് തന്നെയാണ്. 3 കൂടെ 4 ആഡ് ചെയ്ത് പോവുക.
അടുത്ത എന്തൊരു 15 ആയാൽ ഈ സീക്വൻസിൽ ഏതെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ് എന്ന് പറയുന്നത് ഷുവർ ആയിട്ട് നാച്ചുറൽ നമ്പർ വരും. ഉദാഹരണത്തിന് എന്നിന് 3 കൊടുത്താൽ 3+1/4 4/4 1 എന്ന് വരും. എന്നിന് 7 കൊടുത്താൽ 7+1 8 8/4 2 എന്ന് വരും. ഇനി എന്നിന് 11 കൊടുത്താൽ 11+1 12 12/4 എന്ത് വരും? 3 എന്ന് വരും. അപ്പോൾ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് കിട്ടും. അപ്പോൾ ഏതൊക്കെ പൊസിഷനിലായിരിക്കും നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടാവുക? തേർഡ് പൊസിഷനിൽ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടാവുക. നമ്മളിവിടെ എഴുതിയപ്പോൾ തന്നെ ക്ലിയർ ആയി ആണോ? ഇനി അടുത്ത നാച്ചുറൽ നമ്പർ എവിടെ ഉണ്ടാവും? 7th പൊസിഷനിൽ ആരുണ്ടാവും? 2 ഉണ്ടാവും ആണോ? അതായത് 7+1 8/4 2 എന്നുണ്ടാവും. ഓക്കെ, ഏത് പൊസിഷനിലായിരിക്കും? 7th പൊസിഷൻ. അപ്പോൾ ഈ പൊസിഷനിലൊക്കെ ആരുണ്ടായിരിക്കും? നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ ഇങ്ങനത്തെ 2-3 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് കൂടെ നമ്മളെ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ വരും. ഇതൊക്കെ ടെക്സ്റ്റിൽ പറഞ്ഞ പ്രോബ്ലംസ് തന്നെയാണ്. ടെക്സ്റ്റിൽ കൺസെപ്റ്റിന്റെ സെക്ഷനിൽ പറഞ്ഞ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇതുകൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.